അമ്മേ 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 എന്റെ ചിറ്റപ്പനെ കണ്ടു. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. എന്താ കാര്യം പറ. അദ്ദേഹം എനിക്ക് കാശ് തന്നു. കാശോ? ആരാ നിനക്ക് കാശ് തന്നത് പറ. ചിറ്റപ്പൻ. ചിറ്റപ്പനോ? ആരാ നിങ്ങളെ? എന്നെ ഓർമ്മയില്ലേ? നിങ്ങളുടെ ഭർത്താവിന്റെ അനുജനാണ്. എന്താണ് ചെയ്യുന്നത്? എന്റെ ജ്യേഷ്ഠന്റെ മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് താങ്ങാനാവുന്നില്ല. നിങ്ങൾ കരയുന്ന കാണുമ്പോ എനിക്ക് വിഷമമാവുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്റെ അടുത്ത് നിറയെ കാശുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒന്നിനും തികയില്ല. വരൂ മോനെ അലാവുദ്ദീൻ, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ എന്റെ കവണ എടുത്തിട്ട് വരാം. ഏയ്, ഇത് കളിക്കേണ്ട കാര്യമല്ല മോനെ. നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്കായി ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. എനിക്ക് ആ കവലയിൽ ഒരു കട വെച്ച് തരുമോ ചിറ്റപ്പ? ഞാൻ നന്നായി അധ്വാനിക്കും. ധാരാളം പണം ഉണ്ടാക്കി ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അമ്മ എനിക്ക് നല്ല വസ്ത്രങ്ങളും ആഹാരം ഉണ്ടാക്കി തരും. മോനെ അലാവുദ്ദീൻ, ചിറ്റപ്പൻ പറയുന്ന മാതിരി അനുസരിക്കേ. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നിനക്ക് നന്മയേ ഉണ്ടാകൂ. തൽക്കാലം ഞാൻ പോകുന്നു. നീ എന്റെ കൂടെ വരാൻ തയ്യാറായിരിക്കുക. വരൂ വരൂ വരൂ. എന്റെ കടയിൽ ധാരാളം തുണിത്തിരക്കുകൾ വന്നിട്ടുണ്ട്. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഏറ്റവും വിലപിടിപ്പുള്ള തുണിത്തരങ്ങൾ കാണിക്കൂ. അതാ ഇപ്പൊ കാണിക്കാവേ. ഇതിലേതാണ് വേണ്ടതെന്ന് പറയൂ. ഇതല്ല, ഇത് മതി. ഇതിന് 100 രൂപയാണ് വില. മസിലിന്റെ ഒരു നീണ്ട കുപ്പായവും ഒരു തലപ്പാവും വേണം. ഓഹോ, അതൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇപ്പൊ കാണിക്കാം. ഇതല്ലേ ചോദിച്ചത്? കാശ്മീർ പുതപ്പും മരപ്പട്ടയും വേണം. ഉണ്ടല്ലോ. ഇത് കെട്ടിക്കോ. ഇപ്പൊ ഒരു ചുവപ്പ് ബൂട്ട്സ് വേണം. എല്ലാം കൂടെ ചേർത്ത് വെറും 755 രൂപയേ ആയിട്ടുള്ളൂ. 755 രൂപയോ? അത് കുറച്ച് കൂടുതലാണല്ലോ. ഇപ്പൊ എനിക്ക് എന്റെ കവണ എടുക്കാലോ. എടുത്തോളൂ. കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. എന്റെ കടയിൽ നല്ല ഒന്നാന്തരം തുണിത്തരങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും വരൂ.